കണ്ണടച്ചാൽ ഉറക്കം വരാത്ത, എന്നാൽ നേരം വെളുക്കാൻ പേടിയുള്ള എത്ര രാത്രികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ റൂമിലെ ഫാനിന്റെ കറക്കവും നോക്കി നെഞ്ചിൽ കനത്ത ഭാരത്തോടെ കിടക്കുന്ന ആ അവസ്ഥ, അതൊന്ന് ഓർത്തു നോക്കൂ. മനസ്സിൽ നിറയെ ജീവിച്ചു തീർക്കാൻ പറ്റാത്ത സ്വപ്നങ്ങൾ, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അടച്ചു തീർക്കേണ്ട കടങ്ങൾ, അതുമല്ലെങ്കിൽ നാളത്തെ ദിവസത്തെക്കുറിച്ചുള്ള ആധി. ഈ 3 കാര്യങ്ങളാണ് ആ സമയത്ത് നമ്മുടെ തലച്ചോറിൽ ഓടിക്കളിക്കുന്നത്. ദിവസവും ചോര നീരാക്കി പണിയെടുക്കുന്നുണ്ട്, ആത്മാർത്ഥമായി കഷ്ടപ്പെടുന്നുണ്ട്. എന്നിട്ടും മാസാവസാനം അക്കൗണ്ടിലേക്ക് നോക്കുമ്പോൾ ഒന്നു മാത്രം ബാക്കി: വലിയൊരു 0. കയ്യിൽ കിട്ടുന്ന പണം വിരലുകൾക്കിടയിലൂടെ മണൽത്തരികൾ പോലെ ചോർന്നു പോകുന്നത് നോക്കി നിൽക്കാൻ മാത്രമേ നമുക്ക് പറ്റുന്നുള്ളൂ. എന്തുകൊണ്ടാണ് നമുക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത്? ചിലർ വളരെ കുറച്ചു മാത്രം സമ്പാദിച്ചിട്ടും വലിയ രീതിയിൽ ജീവിക്കുന്നതും, മറ്റു ചിലർ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങിയിട്ടും കടത്തിൽ മുങ്ങിത്താഴുന്നതും നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇത് വെറുമൊരു ഭാഗ്യമല്ല, ഇത് വിധിയുമല്ല. ഇതിനു പിന്നിൽ ഒരു വലിയ രഹസ്യമുണ്ട്. പണത്തിൻ്റേതായ ഒരു ഭാഷയുണ്ട്. ആ ഭാഷ മനസ്സിലാക്കുന്നവർ രാജാക്കന്മാരെ പോലെ ജീവിക്കുന്നു. അത് മനസ്സിലാക്കാത്തവർ ജീവിതകാലം മുഴുവൻ പണത്തിനു പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നർ മാത്രം സുരഹസ്യമായി സൂക്ഷിക്കുന്ന, എന്നാൽ സാധാരണക്കാർക്ക് ആരും പറഞ്ഞു തരാത്ത ആ സത്യത്തെക്കുറിച്ചാണ്. ഇത് വെറുമൊരു സാമ്പത്തിക ഉപദേശമല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു തിരിച്ചറിവാണ്. നിങ്ങളിപ്പോൾ എവിടെയാണെങ്കിലും, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി എന്തു തന്നെയായാലും ഈ കഥ ശ്രദ്ധയോടെ കേൾക്കുക. കാരണം ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറാനും സമ്പത്ത് കുമിഞ്ഞുകൂടാനും ഒരേ ഒരു വഴിയേ ഉള്ളൂ. ആ വഴിയിലൂടെ നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം. സാമ്പത്തിക വിജയത്തിലേക്കും വ്യക്തിത്വ വികസനത്തിലേക്കുമുള്ള കൃത്യമായ വഴികൾ വളരെ ലളിതമായി മനസ്സിലാക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്കൊരു ചെറിയ കഥയിൽ നിന്ന് തുടങ്ങാം. പണ്ട് ഒരു ഗ്രാമത്തിൽ രാജു എന്നു പേരുള്ള ഒരു കർഷകനുണ്ടായിരുന്നു. രാജു അതിരാവിലെ എഴുന്നേറ്റ് പാടത്ത് പണിക്ക് പോകും. വെയിലാറുന്നതുവരെ മണ്ണിൽ പണിയെടുക്കും. പക്ഷെ അവന് ലഭിക്കുന്ന വിളവ് അവൻ്റെ കുടുംബത്തെ പോറ്റാൻ കഷ്ടിച്ച് തികയുമായിരുന്നുള്ളൂ. തൊട്ടടുത്ത വീട്ടിൽ സോമൻ എന്ന് പറയുന്ന മറ്റൊരാളുണ്ടായിരുന്നു. സോമൻ രാജുവിനെ പോലെ അത്ര കഠിനമായി ശരീരമനക്കി പണിയെടുക്കുന്നില്ലെങ്കിലും അവൻ്റെ വീട്ടിൽ ഐശ്വര്യം നിറഞ്ഞു നിൽക്കുന്നു. രാജു എപ്പോഴും ചിന്തിക്കും, ദൈവത്തിന് എന്തിനാണ് എന്നോട് ഇത്രയും ദേഷ്യം? ഞാൻ ചോര നീരാക്കി പണിയെടുക്കുന്നു, എന്നിട്ടും എനിക്ക് ദാരിദ്ര്യം മാത്രം. സോമനാകട്ടെ സുഖമായി ജീവിക്കുന്നു. ഒരു ദിവസം സഹിക്കട്ട രാജു ആ ഗ്രാമത്തിലെ പ്രായമായ ഒരു ജ്ഞാനിയുടെ അടുത്ത് പോയി തൻ്റെ സങ്കടം പറഞ്ഞു. ആ ജ്ഞാനി രാജുവിൻ്റെ കയ്യിൽ 2 വിത്തുകൾ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, രാജു, ഈ 2 വിത്തുകളും 2 വ്യത്യസ്ത രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഒന്ന് നീ ഇന്ന് നട്ടാൽ നാളെ നിനക്കത് ആഹാരമായി ഉപയോഗിക്കാം. രണ്ടാമത്തേത് നീ ഇന്ന് നട്ടാൽ അത് വളരാൻ വർഷങ്ങളെടുക്കും. പക്ഷെ അത് വളർന്നു കഴിഞ്ഞാൽ പിന്നെ നിനക്കും നിന്റെ വരും തലമുറകൾക്കും ഇരുന്ന് തിന്നാനുള്ള കായ്കൾ അത് തന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ഒരു നിബന്ധനയുണ്ട്: രണ്ടാമത്തെ വിത്ത് വളരുന്ന സമയം വരെ നീ പട്ടിണി കിടക്കാൻ തയ്യാറാകണം, അല്ലെങ്കിൽ കഠിനമായി ക്ഷമയോടെ കാത്തിരിക്കണം. രാജു അന്ന് വീട്ടിലെത്തി വിശപ്പ് സഹിക്കാൻ വയ്യാതെ അവൻ ആ 2 വിത്തുകളും അന്ന് തന്നെ ഭക്ഷണമാക്കി മാറ്റി. പിറ്റേന്നും അവൻ പഴയതുപോലെ പാടത്തേക്ക് പണിക്കുപോയി. ഈ കഥയിൽ രാജു ചെയ്ത തെറ്റെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മളിൽ പലരും ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് രാജുവിൻ്റെ അതേ തെറ്റാണ്. നമ്മുടെ കയ്യിൽ കിട്ടുന്ന പണം, അത് ചെറുതായാലും വലുതായാലും അപ്പോൾ തന്നെ നമ്മൾ ഉപയോഗിച്ച് തീർക്കുന്നു. ഇന്നത്തെ സുഖങ്ങൾക്ക് വേണ്ടി നാളത്തെ സമ്പത്തിനെ നമ്മൾ കൊന്നുകളയുകയാണ്. പണം എന്നത് വെറുമൊരു കടലാസല്ല, അത് ഊർജമാണ്. അത് നിങ്ങളുടെ സമയമാണ്. നിങ്ങളൊരു ദിവസം 8 മണിക്കൂർ ജോലി ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ വിലപ്പെട്ട 8 മണിക്കൂർ വിറ്റാണ് നിങ്ങൾ ആ പണം നേടുന്നത്. ആ പണം അനാവശ്യമായി ചെലവാക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ കളയുന്നത് പണമല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ തിരിച്ചു കിട്ടാത്ത സമയമാണ്. സമ്പന്നരാകാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം മാറ്റേണ്ടത് പണത്തോടുള്ള ഈ കാഴ്ചപ്പാടാണ്. ദാരിദ്ര്യമെന്നത് പണമില്ലാത്ത അവസ്ഥയല്ല, മറിച്ച് അതൊരു മാനസികാവസ്ഥയാണ്. പണം വരുമ്പോൾ എങ്ങനെ ചെലവാക്കാമെന്ന് ചിന്തിക്കുന്നവനാണ് ദരിദ്രൻ. പണം വരുമ്പോൾ എങ്ങനെ വളർത്താമെന്ന് ചിന്തിക്കുന്നവനാണ് സമ്പന്നൻ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ലോട്ടറി അടിച്ച് കോടികൾ കിട്ടിയ പലരും കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ പഴയതിനേക്കാൾ വലിയ ദരിദ്രരായി മാറുന്നത് കാരണം അവർക്ക് പണം കൈകാര്യം ചെയ്യാനുള്ള മാനസികാവസ്ഥയില്ലായിരുന്നു. നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാം. ശമ്പളം കിട്ടുന്ന ദിവസമുള്ള സന്തോഷം, അത് മാസം പകുതിയാകുമ്പോഴേക്കും എവിടെ പോകുന്നു? ക്രെഡിറ്റ് കാർഡ് ബില്ലുകളും EMIകളും വീട്ടുവാടകയും കഴിഞ്ഞു ബാക്കി നോക്കുമ്പോൾ വലിയൊരു 0. ഈ ചക്രത്തിൽ നിന്ന് പുറത്തു കടക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് പണമൊഴുക്ക് അഥവാ ക്യാഷ് ഫ്ലോ എന്താണെന്ന് മനസ്സിലാക്കലാണ്. ഒരു നദി ഒഴുകുന്നത് പോലെയാണ് പണം. അത് നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നു, എന്നിട്ടത് പുറത്തേക്ക് ഒഴുകിപ്പോകുന്നു. സാധാരണക്കാരുടെ ജീവിതത്തിൽ പണം വരുന്നു, അത് ചെലവുകളായി പുറത്തേക്ക് പോകുന്നു.
എന്നാൽ സമ്പന്നരുടെ ജീവിതത്തിൽ പണം വരുന്നു, അത് ആസ്തികളായി മാറുന്നു. ആസ്തികൾ വീണ്ടും പണമുണ്ടാക്കുന്നു. ഇതാണ് വ്യത്യാസം. നിങ്ങളൊരു ഫോൺ വാങ്ങുമ്പോൾ അതൊരു ചെലവാണ്, കാരണം ആ ഫോൺ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പണം പുറത്തേക്ക് കൊണ്ടുപോകുന്നു. എന്നാൽ നിങ്ങളൊരു സ്ഥലത്തോ അല്ലെങ്കിൽ ലാഭം തരുന്ന ഒരു ബിസിനസ്സിലോ പണം മുടക്കുമ്പോൾ അത് നിങ്ങളുടെ പോക്കറ്റിലേക്ക് പണം തിരികെ കൊണ്ടുവരുന്നു. ഇതിനെയാണ് നമ്മൾ ആസ്തി എന്ന് വിളിക്കുന്നത്. ദാരിദ്ര്യം മാറാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ: ബാധ്യതകൾ വാങ്ങിക്കൂട്ടുന്നതിന് പകരം ആസ്തികൾ ഉണ്ടാക്കാൻ തുടങ്ങുക. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നാം, ആസ്തികൾ ഉണ്ടാക്കാൻ എൻ്റെ കയ്യിൽ എവിടെയാണ് പണം, എനിക്ക് കിട്ടുന്നത് തന്നെ തുച്ഛമായ വരുമാനമല്ലേ എന്ന്. അവിടെയാണ് വിത്ത് എന്ന ആശയത്തിൻ്റെ പ്രസക്തി. നിങ്ങൾ കഴിക്കുന്ന ഓരോ അരിമണിയിലും ആയിരക്കണക്കിന് പുതിയ അരിമണികൾ സൃഷ്ടിക്കാനുള്ള കഴിവുണ്ട്. അതുപോലെ നിങ്ങളുടെ കയ്യിലുള്ള ഓരോ രൂപയിലും ലക്ഷങ്ങൾ ഉണ്ടാക്കാനുള്ള വിത്തുണ്ട്. നിങ്ങളൊരു 100 രൂപ അനാവശ്യമായി ചെലവാക്കുമ്പോൾ ആ 100 രൂപ മാത്രമല്ല പോകുന്നത്, ആ 100 രൂപ വളർന്നു വലുതായി നിങ്ങൾക്ക് തരാമായിരുന്ന ലക്ഷങ്ങളാണ് നിങ്ങൾ ഇല്ലാതാക്കുന്നത്. സമ്പന്നനാകാനുള്ള യാത്ര തുടങ്ങുന്നത് വലിയ നിക്ഷേപങ്ങളിൽ നിന്നല്ല, മറിച്ച് ചെറിയ ശീലങ്ങളിൽ നിന്നാണ്. ഇതിനെ കോമ്പൗണ്ടിംഗ് അഥവാ കൂട്ടുപലിശയുടെ അത്ഭുതമെന്നാണ് പറയുന്നത്. ആൽബർട്ട് ഐൻസ്റ്റീൻ ഇതിനെ ലോകത്തിലെ 8ാമത്തെ അത്ഭുതമെന്നാണ് വിളിച്ചത്. മനസ്സിലാകുന്നവർ ഇത് സമ്പാദിക്കുന്നു, മനസ്സിലാകാത്തവർ ഇതടയ്ക്കുന്നു. നിങ്ങളൊരു ചെറിയ തുക, ഉദാഹരണത്തിന് ദിവസം ഒരു 10 രൂപ മാറ്റിവെക്കാൻ തീരുമാനിച്ചാൽ എന്ത് സംഭവിക്കും? ഒറ്റ നോട്ടത്തിൽ അതൊരു ചെറിയ കാര്യമായി തോന്നാം. പക്ഷേ ആ 10 രൂപ കൃത്യമായി നിക്ഷേപിക്കുകയും അതിൽ നിന്നുള്ള ലാഭം വീണ്ടും നിക്ഷേപിക്കുകയും ചെയ്താൽ വർഷങ്ങൾ കഴിയുമ്പോൾ അതൊരു വലിയ തുകയായി മാറും. ഇവിടെ പ്രധാനം തുകയുടെ വലിപ്പമല്ല, മറിച്ച് നിങ്ങളുടെ സ്ഥിരതയാണ്. വെള്ളത്തുള്ളികൾ വീണ് വീണ് കരിങ്കല്ലിൽ പോലും കുഴികളുണ്ടാകുന്നതുപോലെ ചെറിയ സമ്പാദ്യങ്ങൾ കാലക്രമേണ വലിയ സമ്പത്തായി മാറും. പക്ഷേ ഇവിടെ ഒരു വില്ലനുണ്ട്: നമ്മുടെ മനസ്സ്. നമ്മുടെ മനസ്സെപ്പോഴും പെട്ടെന്നുള്ള സംതൃപ്തിയാണ് ആഗ്രഹിക്കുന്നത്. ഇന്ന് കിട്ടുന്ന സുഖം നാളെ കിട്ടുന്ന വലിയ നേട്ടത്തേക്കാൾ വലുതാണെന്ന് മനസ്സ് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും. സോഷ്യൽ മീഡിയയിൽ കാണുന്ന മറ്റുള്ളവരുടെ ആഡംബര ജീവിതം കണ്ട് നമ്മളും അതുപോലെ ജീവിക്കാൻ ശ്രമിക്കും. അയൽവാസി പുതിയ കാറ് വാങ്ങിയാൽ നമുക്കും വേണം, സുഹൃത്ത് പുതിയ ഐഫോൺ എടുത്താൽ നമുക്കും വേണം. ഇതിനെയാണ് റിലേറ്റീവ് ഡിപ്രിവേഷൻ എന്ന് പറയുന്നത്. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് നമുക്ക് എന്തൊക്കെയോ ഇല്ല എന്ന് തോന്നിപ്പിക്കുന്ന അവസ്ഥ. ഓർക്കുക, സമ്പത്ത് എന്നത് നിങ്ങൾ കാണുന്നതല്ല, സമ്പത്ത് എന്നത് നിങ്ങൾ കാണാത്തതാണ്. നിങ്ങൾ കാണുന്നത് മറ്റുള്ളവർ വാങ്ങിക്കൂട്ടിയ സാധനങ്ങളാണ്. നിങ്ങൾ കാണാത്തത് അവരുടെ ബാങ്ക് അക്കൗണ്ടിലെ കടങ്ങളാണ്, അവരുടെ ഉറക്കമില്ലാത്ത രാത്രികളാണ്. യഥാർത്ഥ സമ്പത്ത് എന്നത് ആരും കാണാത്ത നിക്ഷേപങ്ങളാണ്, ബാങ്ക് ബാലൻസാണ്, സമാധാനമാണ്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പണം ചെലവാക്കുന്നത് തീയിൽ നെയ്യൊഴിക്കുന്നത് പോലെയാണ്. അതൊരിക്കലും അവസാനിക്കില്ല. ഈ കെണിയിൽ വീഴാതിരിക്കുക എന്നതാണ് സാമ്പത്തിക വിജയത്തിൻ്റെ ആദ്യത്തെ പടി. ഇനി നമുക്ക് പ്രായോഗികമായ കാര്യങ്ങളിലേക്ക് കടക്കാം. എങ്ങനെയാണ് ഈ മാറ്റം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക? അതിനാദ്യം വേണ്ടത് സ്വയം പണം നൽകുക എന്ന ശീലമാണ്. സാധാരണ ശമ്പളം കിട്ടിയാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? വീട്ടുവാടക കൊടുക്കും, കറണ്ട് ബില്ലടയ്ക്കും, പലചരക്ക് വാങ്ങും, ബാക്കിയുള്ളത് ചെലവാക്കും. അവസാനം മിച്ചം വരുന്നത് സേവ് ചെയ്യാമെന്ന് കരുതും. പക്ഷെ ഒന്നും മിച്ചം വരില്ല. എന്നാൽ സമ്പന്നർ ചെയ്യുന്നത് നേരെ തിരിച്ചാണ്. വരുമാനം കിട്ടിയാൽ ആദ്യം ഒരു നിശ്ചിത ശതമാനം, അത് 10%മോ 20%മോ ആകട്ടെ, അതവർ സമ്പാദ്യത്തിലേക്ക് മാറ്റും. ബാക്കി വരുന്ന തുക കൊണ്ട് അവർ ജീവിക്കും. ഇതിനെയാണ് പേ യുവർ സെൽഫ് ഫസ്റ്റ് എന്ന് പറയുന്നത്. ആദ്യം നിങ്ങൾക്ക് വേണ്ടി പണം മാറ്റിവെക്കുക. ബാക്കിയുള്ളവർക്ക്, അതായത് വീട്ടുവാടകക്കാരനും പലചരക്കുകാരനുമൊക്കെ ബാക്കിയുള്ളതിൽ നിന്ന് കൊടുക്കുക. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും, ഇപ്പോൾ തന്നെ തികയുന്നില്ല, പിന്നെ എങ്ങനെയാണ് മാറ്റിവെക്കുക എന്ന്. വിശ്വസിക്കുക, നിങ്ങളുടെ വരുമാനം കുറഞ്ഞാലും നിങ്ങൾ അതിനനുസരിച്ച് ജീവിക്കാൻ പഠിക്കും. മനുഷ്യൻ്റെ ഒരു കഴിവാണ് പൊരുത്തപ്പെടുക എന്നത്. 90% പണം കൊണ്ട് ജീവിക്കാൻ നിങ്ങൾ ശീലിച്ചാൽ ആ 10% നിങ്ങളുടെ ഭാവിയിലേക്കുള്ള വിത്തായി മാറും. ഈ യാത്രയിൽ നിങ്ങൾ നേരിടാൻ പോകുന്ന വലിയൊരു വെല്ലുവിളിയുണ്ട്. അത് നിങ്ങളുടെ ചുറ്റുപാടുമാണ്. പണം ചെകുത്താനാണ്, സമ്പന്നരെല്ലാം കള്ളന്മാരാണ്, നമ്മളൊന്നും ഒരിക്കലും രക്ഷപ്പെടില്ല, ഇങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞ് നിങ്ങളെ നിരുത്സാഹപ്പെടുത്താൻ ഒരുപാട് പേരുണ്ടാകും. ചിലപ്പോൾ അത് നിങ്ങളുടെ വീട്ടുകാർ തന്നെയാകാം. അവരുടെ വാക്കുകൾ കേട്ട് നിങ്ങൾ തളരരുത്. ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവർ ദാരിദ്ര്യമായി ചിന്താഗതിയുള്ളവരിൽ നിന്ന് അകലം പാലിക്കണം. നിങ്ങളുടെ ചിന്തകളെ മാറ്റാതെ നിങ്ങളുടെ പോക്കറ്റിലെ അവസ്ഥ മാറ്റാൻ കഴിയില്ല. നിങ്ങൾ ചിന്തിക്കുന്നത് എനിക്കിതൊന്നും വാങ്ങാൻ കഴിയില്ല എന്നാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് അത് വാങ്ങാതിരിക്കാനുള്ള കാരണങ്ങൾ കണ്ടെത്തും. എന്നാൽ നിങ്ങൾ ചോദിക്കുന്നത് എനിക്കിത് എങ്ങനെ വാങ്ങാൻ കഴിയും എന്നാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് അതിനുള്ള വഴികൾ അന്വേഷിക്കാൻ തുടങ്ങും. ഈ ഒരു ചോദ്യം
ഈ ഒരു ചെറിയ മാറ്റം നിങ്ങളുടെ തലച്ചോറിനെ പുതിയ അവസരങ്ങൾ കാണാൻ സഹായിക്കും. പണം എന്നത് പരിമിതമായ ഒന്നല്ല, അത് അനന്തമാണ്. സമുദ്രത്തിലെ വെള്ളം പോലെയാണത്. നിങ്ങളൊരു സ്പൂണുമായി പോയാൽ സ്പൂണ് നിറയെ വെള്ളം കിട്ടും. ബക്കറ്റുമായി പോയാൽ ബക്കറ്റ് നിറയെ വെള്ളം കിട്ടും. പൈപ്പ് ലൈൻ ഇട്ടാൽ നിങ്ങൾക്ക് വേണ്ടത്ര വെള്ളം കിട്ടും. സമുദ്രം ഒരിക്കലും വറ്റുന്നില്ല. നിങ്ങളുടെ പാത്രത്തിന്റെ വലിപ്പമാണ് പ്രശ്നം. നിങ്ങളുടെ മനസ്സാകുന്ന പാത്രത്തിന്റെ വലിപ്പം കൂട്ടുകയാണ് വേണ്ടത്. നിങ്ങളുടെ മനസ്സാകുന്ന പാത്രത്തിന്റെ വലിപ്പം കൂട്ടുന്നതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അതിനർത്ഥം നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കുക എന്നാണ്. പണത്തെക്കുറിച്ച് പഠിക്കുക. സ്കൂളുകളിലോ കോളേജുകളിലോ നമ്മളെ ആരും പണം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നില്ല. ചരിത്രവും ഭൂമിശാസ്ത്രവും ഗണിതവും പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ എങ്ങനെ സമ്പാദിക്കാം, എങ്ങനെ നിക്ഷേപിക്കാം, നികുതി എങ്ങനെ ലാഭിക്കാം എന്നൊന്നും ആരും പറഞ്ഞു തരുന്നില്ല. അതുകൊണ്ടാണ് ഉന്നത വിദ്യാഭ്യാസം നേടിയ ഡോക്ടർമാരും എഞ്ചിനീയർമാരും പോലും സാമ്പത്തികമായി പരാജയപ്പെടുന്നത്. സ്വയം പഠിക്കുക എന്നതാണ് ഇതിനുള്ള ഒരേയൊരു വഴി. പുസ്തകങ്ങൾ വായിക്കുക, സാമ്പത്തിക വിദഗ്ധരുടെ വീഡിയോകൾ കാണുക, വിജയിച്ച മനുഷ്യരുടെ ജീവിതകഥകൾ പഠിക്കുക. അറിവാണ് ഏറ്റവും വലിയ നിക്ഷേപം. മറ്റെല്ലാ നിക്ഷേപങ്ങൾക്കും നഷ്ടസാധ്യതയുണ്ട്. എന്നാൽ അറിവിൽ നടത്തുന്ന നിക്ഷേപം ഒരിക്കലും നഷ്ടം വരുത്തില്ല. അത് നിങ്ങൾക്ക് പലിശ സഹിതം ഗുണം ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾ 1 മണിക്കൂർ പണത്തെക്കുറിച്ച് പഠിക്കാൻ ചെലവഴിക്കുമ്പോൾ നിങ്ങൾ ഭാവിയിലെ ആയിരക്കണക്കിന് മണിക്കൂർ കഷ്ടപ്പാടാണ് ഒഴിവാക്കുന്നത്. ഓർക്കുക, ലക്കിനെ വിശ്വസിച്ചിരിക്കുന്നവർ ലോട്ടറി എടുക്കുന്നു. അറിവിനെ വിശ്വസിക്കുന്നവർ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുന്നു. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് വരാം: കടങ്ങൾ. ആധുനിക കാലത്തെ അടിമത്തമാണ് കടം. പണ്ടുകാലത്ത് അടിമകളെ ചങ്ങലയിട്ടിരുന്നുവെങ്കിൽ ഇന്ന് നമ്മളെ ചങ്ങലയിടുന്നത് EMI-കളാണ്. ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും നിങ്ങളെ വശീകരിച്ച് വലയിലാക്കാൻ കാത്തിരിക്കുകയാണ്. സീറോ കോസ്റ്റ് EMI, പ്രീ അപ്രൂവ്ഡ് ലോൺ, ഇതൊക്കെ കേൾക്കുമ്പോൾ വലിയ ഓഫറുകളായി തോന്നുമെങ്കിലും സത്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഭാവിയെ പണയം വയ്ക്കുകയാണ്. അനാവശ്യമായ കടങ്ങൾ ഒഴിവാക്കുക. പ്രത്യേകിച്ച് മൂല്യം കുറയുന്ന സാധനങ്ങൾ വാങ്ങാൻ കടമെടുക്കരുത്. ടിവിയോ കാറോ ആഡംബര വസ്തുക്കളോ വാങ്ങാൻ ലോൺ എടുക്കുന്നത് സ്വന്തം കാലിൽ കോടാലി വെക്കുന്നതിന് തുല്യമാണ്. എന്നാൽ മൂല്യം കൂടുന്ന കാര്യങ്ങൾക്ക് വേണ്ടി, ഉദാഹരണത്തിന് വീടോ സ്ഥലമോ ബിസിനസ്സോ തുടങ്ങാൻ കടമെടുക്കുന്നത് നല്ല കടമാണ്. നല്ല കടം നിങ്ങളെ പണക്കാരനാക്കും. ചീത്ത കടം നിങ്ങളെ ദരിദ്രനാക്കും. നിങ്ങളുടെ വരുമാനത്തിന്റെ വലിയൊരു ഭാഗം പലിശ ഇനത്തിൽ പോകുമ്പോൾ നിങ്ങൾ ബാങ്കിന് വേണ്ടിയാണ് പണിയെടുക്കുന്നത്, സ്വന്തം കുടുംബത്തിന് വേണ്ടിയല്ല. കടബാധ്യതകൾ തീർക്കാൻ സ്നോബോൾ മെത്തേഡ് ഉപയോഗിക്കാം. അതായത് ഏറ്റവും ചെറിയ കടം ആദ്യം തീർക്കുക. അത് തീർക്കുമ്പോൾ കിട്ടുന്ന ആത്മവിശ്വാസം ഉപയോഗിച്ച് അടുത്ത വലിയ കടം തീർക്കുക. അങ്ങനെ പടിപടിയായി കടങ്ങളിൽ നിന്ന് മോചനം നേടുക. കടമില്ലാത്ത ഒരു രാത്രിയിലെ ഉറക്കത്തിന് കോടികളുടെ വിലയുണ്ട്. കടങ്ങൾ തീർത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കടമില്ലാത്ത അവസ്ഥയിലെത്തിയാൽ അടുത്ത പടി നിക്ഷേപമാണ്. പണത്തെ വെറുതെ അക്കൗണ്ടിലിട്ടാൽ പണപ്പെരുപ്പം എന്ന ചിതൽ അതിനെ തിന്നു തീർക്കും. ഇന്ന് 100 രൂപയ്ക്ക് കിട്ടുന്ന സാധനത്തിന് അടുത്ത വർഷം 110 രൂപയാകും. നിങ്ങളുടെ 100 രൂപ അക്കൗണ്ടിൽ കിടന്നാൽ അതിൻ്റെ മൂല്യം കുറയുകയാണ് ചെയ്യുന്നത്. പണത്തെ പണിയെടുപ്പിക്കണം. ഉറങ്ങുമ്പോഴും പണം സമ്പാദിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മരിക്കുന്നതുവരെ പണിയെടുക്കേണ്ടി വരും എന്ന് വാറൻ ബഫറ്റ് പറഞ്ഞിട്ടുണ്ട്. ഓഹരി വിപണി, മ്യൂച്വൽ ഫണ്ടുകൾ, റിയൽ എസ്റ്റേറ്റ്, സ്വർണം, ഇങ്ങനെ പല വഴികളുണ്ട്. ഇതിലേതാണ് നിങ്ങൾക്ക് അനുയോജ്യമെന്ന് പഠിച്ചു മനസ്സിലാക്കി നിക്ഷേപിക്കുക. തുടക്കത്തിൽ ചെറിയ റിസ്ക് എടുക്കാം. പ്രായം കൂടുന്തോറും സുരക്ഷിതമായ നിക്ഷേപങ്ങളിലേക്ക് മാറാം. പക്ഷേ ഒരിക്കലും എല്ലാ മുട്ടകളും ഒരേ കുട്ടയിലിടരുത്. വൈവിധ്യവൽക്കരണം അഥവാ ഡൈവേഴ്സിഫിക്കേഷനാണ് നിക്ഷേപത്തിൻ്റെ സുരക്ഷാ കവചം. ഒരിടത്ത് നഷ്ടം വന്നാലും മറ്റൊരിടത്ത് നിന്ന് ലാഭം കിട്ടുന്ന രീതിയിൽ വേണം നിക്ഷേപം ക്രമീകരിക്കാൻ. ഇതൊരു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല. ക്ഷമയാണിവിടെ പ്രധാനം. മുള വളരുന്നത് സമ്പത്ത് പോലെയാണ്. ആദ്യത്തെ കുറച്ചു വർഷം മണ്ണിനടിയിൽ വേരുകൾ പടർത്താനാണ് മുള സമയമെടുക്കുന്നത്. പുറമേ ഒന്നും കാണില്ല. പക്ഷേ വേരുകൾ ഉറച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അത് ആകാശത്തോളം വളരും. മറ്റൊരു പ്രധാന കാര്യം വരുമാന സ്രോതസ്സുകൾ വർദ്ധിപ്പിക്കുക എന്നതാണ്. ഒരൊറ്റ വരുമാനത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നത് ഒറ്റക്കാലിൽ നിൽക്കുന്നത് പോലെയാണ്. ആ കാലൊന്ന് തെന്നിയാൽ വീണുപോകും. ജോലി നഷ്ടപ്പെട്ടാലോ അസുഖം വന്നാലോ വരുമാനം നിലയ്ക്കും. അതുകൊണ്ട് എപ്പോഴും ഒന്നിലധികം വരുമാന മാർഗങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക. ഇതിനെ പാസീവ് ഇൻകം എന്ന് വിളിക്കാം. നിങ്ങൾ നേരിട്ട് പണിയെടുക്കാതെ തന്നെ വരുമാനം തരുന്ന വഴികൾ. ഒരു വീട് വാടകയ്ക്ക് കൊടുക്കുന്നതോ, ഒരു പുസ്തകം എഴുതി അതിൻ്റെ റോയൽറ്റി വാങ്ങുന്നതോ, അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതോ ഒക്കെ ഇതിൽപ്പെടും. ഇന്ന് ഇൻ്റർനെറ്റിൻ്റെ കാലഘട്ടത്തിൽ വരുമാനമുണ്ടാക്കാൻ 1000 വഴികളുണ്ട്. നിങ്ങളുടെ കഴിവെന്താണോ അത് കണ്ടെത്തുക. അത് പാചകമാകാം, എഴുത്താകാം, പഠിപ്പിക്കലാകാം. ആ കഴിവിനെ എങ്ങനെ വരുമാനമാക്കി മാറ്റാമെന്ന് ചിന്തിക്കുക. നിങ്ങളുടെ ഹോബിയെ വരുമാനമാർഗമാക്കാൻ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ജീവിതത്തിൽ ഒരു ദിവസം പോലും ജോലി ചെയ്യേണ്ടി വരില്ല. നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ആസ്വദിക്കും. പണം കൂടെ വരും.
ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രാവർത്തികമാക്കാൻ അച്ചടക്കം അത്യാവശ്യമാണ്. പ്ലാനുകൾ ആർക്കും ഉണ്ടാക്കാം, പക്ഷേ അത് നടപ്പിലാക്കുന്നവരാണ് വിജയിക്കുന്നത്. ഒരു ബജറ്റ് തയ്യാറാക്കുക. നിങ്ങളുടെ വരവും ചെലവും കൃത്യമായി എഴുതി വയ്ക്കുക. എവിടെയാണ് പണം ചോരുന്നതെന്ന് കണ്ടുപിടിക്കാൻ ഇത് സഹായിക്കും. ചെറിയ ചോർച്ചകൾ വലിയ കപ്പലിനെ പോലും മുക്കുമെന്നോർക്കുക. പുറത്തുനിന്നുള്ള ഭക്ഷണം, അനാവശ്യമായ സബ്സ്ക്രിപ്ഷനുകൾ, ബ്രാൻഡ് ഭ്രമം, ഇതെല്ലാം നിങ്ങളുടെ സാമ്പത്തിക ആരോഗ്യത്തെ കാർന്നു തിന്നുന്ന ചോർച്ചകളാണ്. ഇവയെ അടയ്ക്കുക. പകരം ആ പണം ആരോഗ്യകരമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക. ആരോഗ്യം സമ്പത്താണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് വെറും വാക്കല്ല. നിങ്ങൾ രോഗിയായാൽ നിങ്ങൾ സമ്പാദിച്ചതെല്ലാം ആശുപത്രിയിൽ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് നല്ല ഭക്ഷണം കഴിക്കുക, വ്യായാമം ചെയ്യുക, ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുക. ഒരു വലിയ അസുഖം വന്നാൽ കുടുംബം മുഴുവൻ കടക്കിണിയിലാകുന്ന അവസ്ഥ ഒഴിവാക്കാൻ ഇൻഷുറൻസ് സഹായിക്കും. ഈ യാത്രയിൽ പരാജയങ്ങൾ ഉണ്ടാകാം. ചിലപ്പോൾ നിക്ഷേപങ്ങൾ നഷ്ടത്തിൽ കലാശിക്കാം, ചിലപ്പോൾ ബിസിനസ് പൊളിയാം. പക്ഷേ തളരരുത്. ഓരോ പരാജയവും ഒരു പാഠമാണ്. പരാജയങ്ങളിൽ നിന്ന് പഠിച്ചു മുന്നോട്ടു പോകുന്നവനാണ് യഥാർത്ഥ പോരാളി. തോമസ് ആൽവ എഡിസൺ ബൾബ് കണ്ടുപിടിക്കുന്നതിനു മുൻപ് 1000 തവണ പരാജയപ്പെട്ടു. അദ്ദേഹം പറഞ്ഞത്, ഞാൻ പരാജയപ്പെട്ടതല്ല, പ്രവർത്തിക്കാത്ത 1000 വഴികൾ കണ്ടെത്തി എന്നാണ്. ആ മനോഭാവമാണ് നമുക്ക് വേണ്ടത്. പണത്തിന് പിന്നാലെ ഓടുന്നതിനു പകരം പണം നിങ്ങളെ തേടി വരുന്ന വിധത്തിൽ നിങ്ങളുടെ വ്യക്തിത്വം വളർത്തുക. സത്യസന്ധതയും കഠിനാധ്വാനവും വിശ്വസ്തതയുമുള്ള ഒരാളെ തേടി സമ്പത്ത് താനേ വരും. കുറുക്കുവഴികളിലൂടെ നേടുന്ന പണം ശാശ്വതമല്ല. അത് വന്നതിനേക്കാൾ വേഗത്തിൽ പോകും. ധാർമ്മികമായി സമ്പാദിക്കുന്ന പണത്തിന് മാത്രമേ സമാധാനം നൽകാൻ കഴിയൂ. ഇപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ കേട്ടുകഴിഞ്ഞു. ഇനി നിങ്ങളുടെ മുന്നിൽ 2 വഴികളുണ്ട്. ഒന്ന്, ഇത് വെറുമൊരു കഥയായി കണ്ട് മറന്നുകളയുക. നാളെ മുതൽ പഴയതുപോലെ തന്നെ ജീവിക്കുക. പരാതികളും പരിഭവങ്ങളുമായി ദാരിദ്ര്യത്തെ പഴിച്ചുകൊണ്ട് ജീവിതം തള്ളി നീക്കുക. 2, ഇന്ന് തന്നെ ഒരു മാറ്റത്തിന് തുടക്കമിടുക. നിങ്ങളുടെ സാമ്പത്തിക ശീലങ്ങളെ മാറ്റിയെഴുതുക. അനാവശ്യ ചിലവുകൾ വെട്ടിച്ചുരുക്കുക. കിട്ടുന്നതിൽ നിന്ന് ഒരു ചെറിയ തുകയെങ്കിലും നിക്ഷേപിക്കാൻ തുടങ്ങുക. പുതിയ കാര്യങ്ങൾ പഠിക്കുക. വരുമാന മാർഗങ്ങൾ തേടുക. 2ാമത്തെ വഴിയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഞാൻ ഉറപ്പു നൽകുന്നു, കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ നിങ്ങൾ ഇന്നത്തെ നിങ്ങളോട് നന്ദി പറയും. നിങ്ങളുടെ കുടുംബം നിങ്ങളെ ഓർത്ത് അഭിമാനിക്കും. നിങ്ങളുടെ മക്കൾക്ക് ദാരിദ്ര്യം എന്താണെന്ന് അറിയേണ്ടി വരില്ല. ഓർക്കുക, സമ്പന്നനാകുക എന്നത് നിങ്ങളുടെ അവകാശമാണ്. അതിന് തടസ്സം നിൽക്കുന്നത് നിങ്ങളുടെ പഴയ വിശ്വാസങ്ങളും ശീലങ്ങളുമാണ്. ആ ചങ്ങലകളെ പൊട്ടിച്ചെറിയുക. ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു വരിക. ലോകം അവസരങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ്. അത് കാണാനുള്ള കണ്ണും പിടിച്ചെടുക്കാനുള്ള മനസ്സും ഉണ്ടാക്കിയാൽ മതി. ഇന്നത്തെ ഈ നിമിഷം മുതൽ നിങ്ങളൊരു പുതിയ മനുഷ്യനാകുക. സമ്പത്തിനെ ആകർഷിക്കുന്ന, പണത്തെ ബഹുമാനിക്കുന്ന, സാമ്പത്തിക അച്ചടക്കമുള്ള ഒരു പുതിയ വ്യക്തി. നിങ്ങളുടെ പോക്കറ്റ് മാത്രമല്ല, നിങ്ങളുടെ ജീവിതം മുഴുവൻ ഐശ്വര്യം കൊണ്ട് നിറയട്ടെ. അപ്പോൾ എങ്ങനെയാ? ഈ മാറ്റം വെറും വാക്കുകളിൽ ഒതുക്കണോ, അതോ ഇന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണോ? തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ഈ വീഡിയോയിലൂടെ സാമ്പത്തിക വിജയത്തിലേക്കുള്ള ഒരു പുതിയ വെളിച്ചം നിങ്ങൾക്ക് ലഭിച്ചു എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കേട്ട കാര്യങ്ങൾ വെറുതെ മറന്നുകളയാതെ ജീവിതത്തിൽ ഓരോന്നായി പകർത്തി തുടങ്ങൂ. ആ മാറ്റം ഇപ്പോൾ മുതൽ, ഈ നിമിഷം മുതൽ ആരംഭിക്കട്ടെ. നിങ്ങളുടെ ഒരു സുഹൃത്തിനെങ്കിലും സാമ്പത്തികമായി രക്ഷപ്പെടുത്താൻ ഈ അറിവ് ഉപകരിക്കുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്കായി ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യൂ. നല്ല ചിന്തകൾ പകരുന്നത് ഒരു വലിയ പുണ്യമാണ്. ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ തത്സമയം ലഭിക്കാൻ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ മനസ്സിനെ സ്പർശിച്ച ആശയം എന്താണെന്ന് താഴെ കമൻ്റായി രേഖപ്പെടുത്തുമല്ലോ. അങ്ങനെയെങ്കിൽ കൂടുതൽ കരുത്തോടെ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകുക. ലക്ഷ്യങ്ങളിലേക്ക് പറന്നുയരുക. പരക്കട്ടെ പ്രകാശം.